ലാസ്റ്റിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റംസ് ആണ് നമ്മൾ പഠിച്ചത്. അതായത് 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ പാർട്ടിക്കിൾസ് ആർ വെരി ക്ലോസ്ലി പാക്ഡ്. വെരി ക്ലോസ്ലി പാക്ഡ് ആയതുകൊണ്ട്, അതായത് മിനിമം വാക്കന്റ് സ്പേസ് മാത്രമാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ഉണ്ടാവുക. ഓരോ ക്രിസ്റ്റലൈൻ സോളിഡ്സിലും പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് ആണ്, അതായത് ഡിഫറെന്റ് രീതിയിലാണ് പാർട്ടിക്കിൾസ് പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മള് ഈ പാർട്ടിക്കിൾസ്, അതായത് കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആറ്റംസ്, അതല്ലെങ്കിൽ അതിലുള്ള മോളിക്യൂൾസ് ഓർ അയോൺസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതായത് അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്പിയേഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോഴേ നമ്മളിവിടെ നമുക്ക് മനസ്സിലായതാണ് ക്രിസ്റ്റൽ ലാറ്റിസ് നമ്മൾ പഠിച്ചതാണ്. എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ്? അതായത് 3-dimensional അറേഞ്ച്മെന്റ് ഓഫ് ദ കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. സ്പേസ് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പാർട്ടിക്കിൾസിനെ. ഈ പാർട്ടിക്കിൾസിനെ ഡിഫറെന്റ് ലെയേഴ്സ് ആയിട്ട് അറേഞ്ച് ചെയ്താൽ നമുക്ക് അറിയാം 3-dimensional അറേഞ്ച്മെന്റ് കിട്ടും. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാക്കിംഗ് ഓഫ് സ്പേസ് ഇൻ ഡിഫറെന്റ് ലെയേഴ്സ് റിസൾട്ട്സ് ഇൻ ദ 3-dimensional arrangement. 3-dimensional arrangement that is known as a crystal lattice. അപ്പൊ ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണ് ക്ലോസ് പാക്ക് ഇൻ 1 dimension നമ്മൾ മനസ്സിലാക്കണം, അതേപോലെ 2 dimension നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മളിവിടെ ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സിൽ നമുക്ക് 3 ഡിഫറെന്റ് ക്ലോസ് പാക്കിംഗ് ആണ് ഉള്ളത്. അതായത് 1-dimensional ക്ലോസ് പാക്കിംഗ്, 2-dimensional ക്ലോസ് പാക്കിംഗ് ആൻഡ് 3-dimensional ക്ലോസ് പാക്കിംഗ്. അപ്പൊ ഫസ്റ്റിൽ നമ്മൾ നോക്കുന്നത് 1-dimensional ക്ലോസ് പാക്കിംഗ് എങ്ങനെയാണ്. 1-dimensional ക്ലോസ് പാക്കിംഗ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ 1-dimensional അറേഞ്ച്മെന്റിലെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ക്ലോസ് പാക്കിംഗ് ആണ്. അപ്പൊ അതില് നമുക്ക് കാണാം, ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നുണ്ട്, സ്പേസ് ഒരു റോയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതില് ഓരോ പാർട്ടിക്കിൾസും നൈബറിംഗ് സ്പേസുമായിട്ട് ടച്ച് ചെയ്ത് 2 നൈബറിംഗ് സ്പേസുമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കാണുന്നതാണ്, 2 നൈബറിംഗ് സ്പേസ് ടച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റ്, അതായത് ദ പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ്, അല്ലെങ്കിൽ സ്പിയേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ റോ, ഒരു റോയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സിനെ ആണ് നമ്മൾ എന്ത് പറയുക, 1-dimensional ക്ലോസ് പാക്കിംഗ് എന്ന് പറയുക. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പാർട്ടിക്കിൾസ് 2 നൈബറിംഗ് സ്പിയേഴ്സുമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ പറയാ ഇൻ 1-dimensional ക്ലോസ് പാക്കിംഗ് ദ കോർഡിനേഷൻ നമ്പർ ഈസ് ഈക്വൽ ടു 2 ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പുതിയ ടേം ആണ് കോർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ദ നിയറസ്റ്റ് നൈബറിംഗ് സ്പിയേഴ്സ്, അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് എന്ന് പറയാം, ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ്. അതായത് ഒരു ക്രിസ്റ്റൽ ലാറ്റിസിലെ ഒരു പാർട്ടിക്കിൾസ് നിയറസ്റ്റ് ആയിട്ടുള്ള എത്ര പാർട്ടിക്കിൾസുമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 1-dimensional ക്ലോസ് പാക്കിംഗിൽ എത്രയാണ് കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു സ്പിയർ നിയറസ്റ്റ് ആയിട്ടുള്ള 2 സ്പിയറുമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. സോ ദ കോർഡിനേഷൻ നമ്പർ ഈസ് ഈക്വൽ ടു 2. അപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് കോർഡിനേഷൻ നമ്പർ. ഇനി നമ്മൾ 2-dimensional ക്ലോസ് പാക്കിംഗ് ഇങ്ങനെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇപ്പൊ 1 നമ്മൾ കണ്ടു കഴിഞ്ഞു. 1-dimensional ക്ലോസ് പാക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അടുത്ത ക്ലോസ് പാക്കിംഗ് ആണ് 2-dimensional ക്ലോസ് പാക്കിംഗ്. 2-dimensional ക്ലോസ് പാക്കിംഗ് നമുക്ക് 2 രീതിയിലാണ് 2-dimensional ക്ലോസ് പാക്കിംഗ് ഉള്ളത്. അതായത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആൻഡ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. അപ്പൊ നമ്മള് എങ്ങനെയാണ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം. അതില് 2-dimensional ക്ലോസ് പാക്കിങ്ങിലെ ഒന്നാമത്തെ ടൈപ്പ് ആണ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. അതായത് നമ്മൾ സ്ക്രീനിൽ നോക്കാം, ഇതിൽ നമ്മൾ ഫസ്റ്റ് റോ വെച്ചു. ഇതിന് നേരെ മുകളിൽ സെക്കൻഡ് റോ, അതായത് ഫസ്റ്റ് റോ സ്പേസ് വെച്ചു. ഇതിന്റെ മുകളിൽ നമ്മൾ സെക്കൻഡ് റോ സ്പേസ് വെച്ചു. അപ്പോൾ ഇതില് നമുക്കറിയാം ഫസ്റ്റ് റോ പോലെ തന്നെയാണ് സെക്കൻഡ് റോയിലെ സ്പേസും അതേപോലെ അറേഞ്ച് ചെയ്തു. തേർഡ് റോ അങ്ങനെ തന്നെ വെക്കാം. അപ്പൊ ഇങ്ങനെ ഫസ്റ്റ് റോ, ദെൻ സെക്കൻഡ് റോ ഈസ് ജസ്റ്റ് എബോവ് ദ ഫസ്റ്റ് റോ. ഫസ്റ്റ് റോ ഈസ് എ ടൈപ്പ് ആണ്. അതേപോലെ സെക്കൻഡ് റോയും അതേ സെയിം ആയതുകൊണ്ട് നമുക്ക് എ ടൈപ്പ്
എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് പറയാം തേർഡ് റോ is same as that of the first row and second row. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു, ഇവിടെ ഈ അറേഞ്ച്മെന്റ് ദിസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എ ടൈപ്പ് അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ നമ്മള് ഇവിടെ ഒരു സ്പിയർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പിയർ നമ്മൾ കാണുന്നുണ്ട്. ഒരു സ്പിയർ നിയറസ്റ്റ് 4 അതർ സ്പിയേഴ്സുമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ക്ലോസ് പാക്കിങ്ങിനെ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആണിത്. ഈ ക്ലോസ് പാക്കിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. എന്താ പറയാ, സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. അപ്പോൾ ഇവിടെ കോർഡിനേഷൻ നമ്പർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്പിയർ ദാറ്റ് ഈസ് ടച്ചിങ് വിത്ത് 4 നിയറസ്റ്റ് നൈബറിംഗ് സ്പിയേഴ്സ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ കോർഡിനേഷൻ നമ്പർ ഇൻ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് 2 ഡയമെൻഷനിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ്. ഇതാണ് സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിന് വരുന്നത്. ഇനി സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഇനിയുള്ളതാണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷൻ. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് നമുക്ക് ഷോർട്ടായിട്ട് HCP എന്ന് പറയാം. HCP. അപ്പൊ നമ്മൾ HCP ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് 2 ഡയമെൻഷനിൽ എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നമ്മള് 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ നമുക്ക് പറയാം ഇതാണ് എ ടൈപ്പ്. ഇത് ഫസ്റ്റ് റോ ആണ്. ഇതിന്റെ ഡിപ്രഷൻ കാണാം. ഈ ഡിപ്രഷന് നമ്മൾ സെക്കൻഡ് റോ പ്ലേസ് ചെയ്യുന്നു. അതായത് എ ടൈപ്പ് ഒരു റോ, ബി ടൈപ്പ് ആണ് അടുത്തത്. കാരണം ഇത് ഡിപ്രഷൻസ് ഓഫ് ദ എ ടൈപ്പിൽ നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി നമ്മൾ സെക്കൻഡ് റോ പ്ലേസ് ചെയ്തതിന്റെ സെക്കൻഡ് റോയുടെ ഡിപ്രഷനിലാണ് തേർഡ് റോ പ്ലേസ് ചെയ്യുന്നത്. അതായത് അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ഏതുപോലെയാണ്, സെയിം ആസ് ദാറ്റ് ഓഫ് ദ എ ടൈപ്പ് ആണ്. ഫസ്റ്റ് റോ പോലെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. ഇനി തേർഡ് റോയുടെ ഡിപ്രഷനിലാണ് നമ്മൾ ഫോർത്ത് റോ പ്ലേസ് ചെയ്യുന്നത്. അതായത് അത് സെയിം ആസ് ദാറ്റ് ഓഫ് ദ സെക്കൻഡ് റോ ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് പറയാം, എ ബി ടൈപ്പ് എന്ന് പറയാം. എ ബി ടൈപ്പ് ആണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. ഈ എ ബി ടൈപ്പിൽ ഒരു സ്പിയർ ദാറ്റ് ഈസ് ടച്ചിങ് വിത്ത് 6 അതർ നിയറസ്റ്റ് നൈബറിംഗ് സ്പിയേഴ്സ് നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതിന്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. 6 അതർ സ്പേസ് ആയിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പയർ ചെയ്യാണ് നമ്മൾ അതായത് SCPയും അതേപോലെ HCP ആയിട്ട് കമ്പയർ ചെയ്യണം. അതായത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് 2 ഡയമെൻഷനും ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് 2 ഡയമെൻഷൻ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വോയിഡ്സ് ഉണ്ട്. വോയിഡ്സ് കാണാൻ കഴിയും. ഈ വോയിഡ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എം ടി സ്പേസ് കാണുന്നുണ്ട്. അതായത് ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചറിൽ എം ടി സ്പേസ് കാണുന്നുണ്ട്. ഈ എം ടി സ്പേസിനെയാണ് നമ്മൾ വോയിഡ്സ് എന്ന് പറയുന്നത്. അതായത് വോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the empty spaces or the vacant spaces or sites in a close packed structures that is called voids or interstitial voids എന്ന് പറയും. അപ്പൊ എന്താണ് voids നമുക്കറിയാം. നമ്മൾ ഈ voids സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിലും അതേപോലെ തന്നെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ എം ടി സ്പേസ് കുറവാണ്. അതേസമയം സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ എം ടി സ്പേസ് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. അപ്പൊ നമുക്ക് പറയാം മോർ എഫിഷ്യൻസി ഏതാണ്, കൂടുതൽ എഫിഷ്യൻസി ഉള്ള ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ, മോർ എഫിഷ്യന്റ് ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് ദ വോയിഡ്സ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എം ടി സ്പേസ് ഒരു ക്ലോസ് പാക്കിങ്ങിൽ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാക്കിംഗ് എഫിഷ്യൻസി കുറയുക എന്നാണ്. ദ നമ്പർ ഓഫ് വോയിഡ്സ് ഇൻക്രീസസ് ദ ലെസർ വിൽ ബി ദ പാക്കിംഗ് എഫിഷ്യൻസി. ആ പോയിന്റ് നമ്മൾ ഓർമ്മിച്ച് വെക്കണം. അപ്പൊ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത ക്ലോസ് പാക്കിംഗ് ആണ് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ്. ആ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് 3 ഡയമെൻഷനിൽ കിട്ടുക എന്ന് പറഞ്ഞാല് ബൈ അറേഞ്ചിങ് ദ 2 ഡയമെൻഷൻ ലെയേഴ്സ്. അപ്പൊ ഡിഫറെന്റ് രീതിയിൽ നമുക്ക് 2 ഡയമെൻഷണൽ ലെയർ അറേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ഉണ്ടാകുന്നത്. അതായത് ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാകുന്നത് ദാറ്റ് ഈസ് അറൈസിംഗ് ഫ്രം ദ 2 ഡയമെൻഷണൽ ലെയേഴ്സ്.
അപ്പൊ 2-dimensional ക്ലോസ് പാക്കിങ്ങിൽ നിന്നാണ് 3-dimensional ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാകുന്നത്. 3-dimensional ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് 3-dimensional ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് നോക്കാം. അതായത് that is from 3-dimensional close packed structures from 2-dimensional square close packing. ഒന്നാമത്തെ ടൈപ്പ് ആണത്. രണ്ടാമത്തേതാണ് 3-dimensional close packed structures from hexagonal close packed structures. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് നമുക്ക് നോക്കാം. That is a 3-dimensional close packing from 2-dimensional square close packing structures. അതായത് നമ്മൾ ഫസ്റ്റിലെ ഒരു 2-dimensional layers, അതായത് നമുക്കറിയാം ഒരു സ്ക്വയർ ക്ലോസ് പാക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഒരു സ്പിയർ ദാറ്റ് ഈസ് ടച്ച്ഡ് വിത്ത് 4 അതർ സ്പിയേഴ്സ് ആണ്. അങ്ങനെയുള്ള ഒരു ലെയർ, ഫസ്റ്റ് ലെയർ നമ്മൾ ഫസ്റ്റ് ലെയർ, അതായത് എ ടൈപ്പ് ലെയർ എന്ന് പറയാം, നമ്മൾ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ലെയർ വെച്ചു. ഇനി ഈ ലെയറിന്റെ മുകളിൽ നമ്മൾ സെയിം ടൈപ്പ് ഓഫ് ലെയർ ജസ്റ്റ് എബോവ് സെക്കൻഡ് ലെയർ എന്ന് പറയാം, അതായത് ജസ്റ്റ് എബോവ് ദ ഫസ്റ്റ് ലെയർ നമ്മൾ പ്ലേസ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ലെയറിന്റെ മുകളിൽ നേരെ സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് തേർഡ് ലെയർ, അതായത് സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെയർ, ഇതേ സെയിം ടൈപ്പ് ലെയർ ആണ് ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഓവർ ദ സെക്കൻഡ് ലെയർ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ നമ്മൾ എ ടൈപ്പ് പോലെ തന്നെയാണ്, അതായത് ഫസ്റ്റ് എ ടൈപ്പ് ആണെങ്കിൽ സെക്കൻഡ് ലെയർ എ ടൈപ്പ് തന്നെയാണ്, തേർഡ് ലെയറും എ ടൈപ്പ് ആണ്. അപ്പൊ നമുക്ക് എ ടൈപ്പ് ദെൻ എ ടൈപ്പ് എ ടൈപ്പ് അങ്ങനെ ആവുമ്പോൾ ഇത് എ ടൈപ്പ് ക്ലോസ് പാക്കിംഗ് ആണ്. നമ്മൾ ഇവിടെ പരിശോധിക്കുകയാണെങ്കിൽ അതായത് ഒരു സ്പിയർ നിയറസ്റ്റ് എത്ര സ്പിയർ ആയിട്ട് ടച്ചിങ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാല് ദാറ്റ് ഈസ് 6 സ്പിയർ ആയിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. 6 സ്പിയർ എങ്ങനെയാണ് ടച്ച് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു 4 in the same layer, 1 in the first above layer and 1 in the below layer. So the coordination number നമുക്ക് പറയാം that is equal to 6 ആണ്. ഇനി നമ്മൾ ഈ ക്ലോസ് പാക്കിങ്ങിനെ നമ്മൾ വിളിക്കുന്നതാണ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഇൻ 3 dimension. അപ്പൊ ഈ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് 3 dimensionലെ കോർഡിനേഷൻ നമ്പർ 6 എന്ന് മനസ്സിലായി. ഈ ക്രിസ്റ്റൽ ലാറ്റിസ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാല് ഇതില് റിപ്പീറ്റിംഗ് യൂണിറ്റ് ആണ് നമ്മൾ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ് ഇവിടെയുള്ള യൂണിറ്റ് സെൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്ക്രീനിൽ നമുക്ക് കാണാം ദാറ്റ് ഈസ് എ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ അല്ലെങ്കിൽ പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെൽ ആണ്. ഇതാണ് റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാകുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ബോധ്യമാകും. ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് ലേയേഴ്സ്, അതായത് നമ്മൾ അടുത്ത ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ ഹെക്സഗണൽ ക്ലോസ് പാക്ക് ഇൻ 3 dimension, 3-dimensional ക്ലോസ് പാക്ഡ് ലേയേഴ്സ് ഫ്രം 2-dimensional ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് ലേയേഴ്സ്, അതാണ് നമ്മൾ പറയുന്നത്. ഇതിൽ നമുക്ക് 2 രീതിയിലുള്ള അറേഞ്ച്മെന്റ് ആണ് ഉള്ളത്. അതായത് 2 രീതിയിൽ 3-dimensional സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും. ഒന്നാമത്തത് എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് നമുക്ക് നോക്കാം, ഒരു 2-dimensional ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ ആണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഫസ്റ്റില് അതായത് 2-dimensional ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാല് ഇത് ഒരു ലെയർ ആണ്. ഈ ലെയറിൽ നമുക്ക് വാക്കന്റ് സ്പേസ് അല്ലെങ്കിൽ വോയിഡ്സ് കാണാം. ഈ വോയിഡ്സിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ട്രയാങ്കുലർ വോയിഡ്സ് എന്നാണ് പറയുക. അപ്പൊ ഡിഫറെന്റ് ട്രയാങ്കുലർ വോയിഡ്സ് കാണാം. അതായത് വാക്കന്റ് സ്പേസ് ഫോം ചെയ്തിട്ടുള്ളത് 3 സ്പിയേഴ്സ് സറൗണ്ട് ചെയ്തിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഈ വോയിഡ്സ് ആണ് നമ്മൾ കാണുന്നത്, ട്രയാങ്കുലർ വോയിഡ്സ് ആണിത്. ഇനി ഇതാണ് ഒന്നാമത്തെ ലെയറിലുള്ള വോയിഡ്സ്, ഡിഫറെന്റ് ട്രയാങ്കുലർ വോയിഡ്സ് കാണാം. ഇനി നമുക്ക് ഈ സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്യാൻ നോക്കാം. അതായത് ഈ ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് 2-dimensional ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചറിൽ നമ്മൾ സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്യുന്നുണ്ട്. എവിടെയാണ് പ്ലേസ് ചെയ്തതെന്ന് ചോദിച്ചാല് ഓൺ ദ ഡിപ്രഷൻ, അതായത് ഈ ട്രയാങ്കുലർ വോയിഡ്സിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഡിപ്രഷൻ ഓഫ് ദ ഫസ്റ്റ് ലെയറിൽ നമ്മൾ സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്യുന്നു. അപ്പൊ സെക്കൻഡ് ലെയർ നമ്മൾ പ്ലേസ് ചെയ്തു, ഡിപ്രഷനിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെക്കൻഡ് ലെയറിൽ 2 types ഓഫ് വോയിഡ്സ് ഫോം ചെയ്യും. അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 2 type ഓഫ് വോയിഡ്സ് ഫോം ചെയ്യുന്നു. ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ലെയറിലെ എല്ലാ വോയിഡ്സും കവർ ചെയ്യാൻ കഴിയില്ല. 2 ടൈപ്പുള്ള ട്രയാങ്കുലർ വോയിഡ്സ് ആണുള്ളത്.
ഇനി സെക്കൻഡ് ലെയറിൽ നമ്മൾ ഇപ്പോൾ സെക്കൻഡ് ലെയർ നമ്മൾ ഡിപ്രഷനിൽ വെച്ചു. ഏത് ഫസ്റ്റ് ലെയർ ഡിപ്രഷനിൽ നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സെക്കൻഡ് ലെയറിൽ നമുക്കിപ്പോ 2 ടൈപ്പ് ഓഫ് വോയിഡ്സ് ഫോം ചെയ്തിട്ടുണ്ട്. അതേതാണ്? ടെട്രാഹൈഡ്രൽ വോയിഡ്സും അതേപോലെ തന്നെ ഒക്ടാഹൈഡ്രൽ വോയിഡ്സുമാണ്. അപ്പൊ നമുക്ക് ഈ വോയിഡ്സ് എന്താണെന്ന് ആദ്യം പരിശോധിക്കാം. അതായത് ടെട്രാഹൈഡ്രൽ വോയിഡ്സ് എന്ന് പറഞ്ഞാൽ ദ വാക്കന്റ് സ്പേസ് ദാറ്റ് ഈസ് ഫോംഡ് ബൈ ദി 4 ടച്ചിങ് സ്പിയേഴ്സ് ആണ്. വാക്കന്റ് സ്പേസ് ഫോംഡ് ബൈ 4 ടച്ചിങ് സ്പിയേഴ്സ് ദാറ്റ് ഈസ് നോൺ ആസ് ടെട്രാഹൈഡ്രൽ വോയിഡ്സ്. അതായത് നമുക്ക് ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദ സെന്റേഴ്സ് ഓഫ് ദ 4 സ്പിയേഴ്സ് ടച്ച് ചെയ്തുകൊണ്ട് നമുക്കൊരു ടെട്രാഹൈഡ്രൽ ജോമെട്രി ഫോം ചെയ്യുന്നു. അതുകൊണ്ട് ആണ് നമ്മൾ ഇതിനെ ടെട്രാഹൈഡ്രൽ വോയിഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് 2 ടൈപ്പ് ഓഫ് വോയിഡ്സ് ഫോം ചെയ്യും. അതിൽ രണ്ടാമത്തേതാണ് ഒക്ടാഹൈഡ്രൽ വോയിഡ്സ്. ഇനി ഒക്ടാഹൈഡ്രൽ വോയിഡ്സ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒക്ടാഹൈഡ്രൽ വോയിഡ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 6 സ്പിയേഴ്സ് സറൗണ്ട് ചെയ്തിട്ട് വാക്കന്റ് സൈറ്റ് ഫോം ചെയ്യുന്നു. 6 സ്പേസ് ടച്ച് ചെയ്തുകൊണ്ട് ഒരു സൈറ്റ് വാക്കന്റ് സൈറ്റ് ഫോം ചെയ്യുന്നു. ആ സൈറ്റിനെയാണ് നമ്മൾ പറയുന്നത് ഒക്ടാഹൈഡ്രൽ വോയിഡ്സ്. അതായത് ദ സെന്റേഴ്സ് ഓഫ് ദ 6 സ്പിയേഴ്സ് ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഒക്ടാഹൈഡ്രൽ ജോമെട്രി ഒക്ടാഹൈഡ്രൽ ഷേപ്പ് ഉണ്ടാകുന്നു. അതുകൊണ്ട് നമ്മൾ ഈ വോയിഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഒക്ടാഹൈഡ്രൽ വോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടത് ദ വാക്കന്റ് സ്പേസ് ഫോംഡ് ബൈ 6 ടച്ചിങ് സ്പിയേഴ്സ് ദാറ്റ് ഈസ് നോൺ ആസ് ഒക്ടാഹൈഡ്രൽ വോയിഡ്സ്. ഇതിനാണ് ഒക്ടാഹൈഡ്രൽ വോയിഡ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് ലെയർ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി തേർഡ് ലെയർ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 രീതിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാന്നുള്ളതാണ്. ഒന്ന് കവറിംഗ് ദ ടെട്രാഹൈഡ്രൽ വോയിഡ്സ്, മറ്റൊന്ന് കവറിംഗ് ദ ഒക്ടാഹൈഡ്രൽ വോയിഡ്സ്. സോ നമ്മള് ഫസ്റ്റില് കവറിംഗ് ദ ടെട്രാഹൈഡ്രൽ വോയിഡ്സ്, ദ തേർഡ് ലെയർ ദാറ്റ് ഈസ് പ്ലേസ്ഡ് ബൈ കവറിംഗ് ദ ടെട്രാഹൈഡ്രൽ വോയിഡ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ടെട്രാഹൈഡ്രൽ വോയിഡ്സ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ എന്താണ് തേർഡ് ലെയർ സിമിലർ ടു ദാറ്റ് ഓഫ് ദ ഫസ്റ്റ് ലെയർ. അത് ജസ്റ്റ് എന്താണ് സിമിലർ ആണ്, ഫസ്റ്റ് ലെയർ പോലെ തന്നെയാണ്. അതായത് ഫസ്റ്റ് ലെയർ എ ടൈപ്പ് ആണ്, സെക്കൻഡ് ലെയർ ബി ടൈപ്പ് ആണെങ്കിൽ തേർഡ് ലെയർ സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ എ ടൈപ്പ് ആയിരിക്കും. അതായത് ടെട്രാഹൈഡ്രൽ വോയിഡ് കവർ ചെയ്ത രീതിയിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് കിട്ടുക ABA ടൈപ്പ് പാറ്റേൺ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്ന ABA ടൈപ്പ് ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റ് നമുക്ക് ഉണ്ടാകുന്ന 3 ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സ് ഇൻ 3 ഡയമെൻഷണൽ എന്ന് പറയുന്നത്. ഇതിൽ അടുത്തതാണ് കവറിംഗ് ഒക്ടാഹൈഡ്രൽ വോയിഡ്സ്. ഒക്ടാഹൈഡ്രൽ വോയിഡ്സ് കവർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം സെക്കൻഡ് ലെയറിൽ ഇവിടെ നമ്മൾ നോക്കിയാൽ സെക്കൻഡ് ലെയറിൽ അടുത്ത ഒക്ടാഹൈഡ്രൽ വോയിഡ്സ് കവർ ചെയ്യുന്നു. അതായത് തേർഡ് ലെയർ പ്ലേസ് ചെയ്യുന്നത് സെക്കൻഡ് ലെയറിലെ ഒക്ടാഹൈഡ്രൽ വോയിഡ്സിലേക്ക് തേർഡ് ലെയർ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ കവറിംഗ് ദ ഒക്ടാഹൈഡ്രൽ വോയിഡ്സ്, ഒക്ടാഹൈഡ്രൽ വോയിഡ്സ് കവർ ചെയ്തുകൊണ്ട് നമ്മൾ പ്ലേസ് ചെയ്യാണ് തേർഡ് ലെയറിനെ. അപ്പൊ നമുക്ക് കിട്ടുന്ന അറേഞ്ച്മെന്റ് നോക്കിക്കഴിഞ്ഞാല് ആദ്യത്തത് ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എ ടൈപ്പ് ആണ്, സെക്കൻഡ് എന്ന് പറയുന്നത് ബി ടൈപ്പ് ആണ്, തേർഡ് എന്ന് പറയുന്നത് എന്താണ് സി ടൈപ്പ് ആണ്. ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ബിക്കോസ് എന്താണ് ഇത് എയും അല്ല ബിയും അല്ല സി ആണ്. കാരണം ഇത് ഒക്ടാഹൈഡ്രൽ വോയിഡ്സ് കവർ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ABC ആണ്. അടുത്ത ഫോർത്ത് ലെയർ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ലെയറിന്റെ അതേ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ആണ്. അപ്പൊ നമുക്ക് ABC ടൈപ്പ് അറേഞ്ച്മെന്റ് എന്നാണ് പറയുക. ഇങ്ങനെ ABC ടൈപ്പ് ക്ലോസ് പാക്കിംഗ് നമുക്ക് 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ CCP അല്ലെങ്കിൽ FCC എന്ന് പറയുന്നത്. CCP എന്ന് പറഞ്ഞാൽ ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സ് ആണ്. അതല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഫേസ് സെന്റേർഡ് ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ എന്ന് പറയാം. 3 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് നമ്മൾ 2 രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ബൈ കവറിംഗ് ദ ടെട്രാഹൈഡ്രൽ വോയിഡ്സ്
and by covering the octahedral voids. ഇനി നമ്മൾ HCPയും CCP ആണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ HCPയിൽ CCPയും നോക്കിയാൽ ബോത്ത് ആർ ഈക്വലി എഫിഷ്യന്റ് ആണ്. അതായത് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇതിലുള്ള സ്പേസ് എന്ന് പറയും, ഈ ക്രിസ്റ്റലിലുള്ള സ്പേസ്, ഇതിലുള്ള നമ്മളെ HCP ആയാലും CCP ആയാലും ഉള്ള സ്പേസ് 74% ഓഫ് ദ സ്പേസ് ആർ ഫിൽഡ് എന്ന് പറഞ്ഞാൽ ഈക്വലി എഫിഷ്യന്റ് ആണ്. രണ്ടും ഒരേപോലെ എഫിഷ്യൻസി കാണിക്കുന്നു. അപ്പോൾ 74% സ്പേസ് ഫിൽഡ് ആണ്, പാർട്ടിക്കിൾസ് ഫിൽഡ് ആണ്, ബാക്കിയുള്ളതാണ് എം ടി സ്പേസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ക്ലോസ് പാക്കിങ്ങിൽ HCP ആയാലും CCP ഈക്വലി എഫിഷ്യന്റ് ആണ്. ഇനി നമ്മളിതിൽ കോർഡിനേഷൻ നമ്പർ ആണ് നോക്കേണ്ടത്. കോർഡിനേഷൻ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലെയർ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്പിയർ ദാറ്റ് ഈസ് ഫ്രം ദ സെയിം ലെയർ, അതേ ലെയറിലുള്ള ഒരു സ്പിയർ നിയറസ്റ്റ് നൈബറിങ് അതേ ലെയറിലുള്ള 6 സ്പിയറുമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും 6 സ്പിയറുമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. നേരെ തൊട്ട് മുകളിലുള്ള ലെയറിലെ 3 സ്പിയറുമായിട്ടും ഈ സ്പിയർ ടച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ താഴെയുള്ള 3 സ്പിയേഴ്സുമായിട്ടും ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എത്രയായി? 6 ഫ്രം ദ സെയിം ലെയർ, 3 ഫ്രം ദ ബോട്ടം ലെയർ ആൻഡ് 3 ഫ്രം ദ അപ്പർ ലെയർ. ഇങ്ങനെ നമുക്ക് ടോട്ടല് ഒരു കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണ്. അതായത് HCP അല്ലെങ്കിൽ CCP യിലുള്ള കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 12 ആണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ എക്സാമ്പിൾ പരിശോധിച്ചു കഴിഞ്ഞാൽ HCP യിലുള്ള എക്സാമ്പിൾ ആണ് ബെറിലിയം, കാഡ്മിയം, മെഗ്നീഷ്യം, സിങ്ക്. എന്തിന്റെ എക്സാമ്പിൾ ആണ്? HCPക്ക് എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് CCP സ്ട്രക്ചർ എക്സാമ്പിൾസ് ആണ് കോപ്പർ, സിൽവർ, ഗോൾഡ്. അപ്പോൾ കോപ്പർ, സിൽവർ, ഗോൾഡ് CCPക്ക് എക്സാമ്പിൾ ആണ്. ഓർമ്മിക്കാൻ എളുപ്പമാണ്. കോപ്പർ കഴിഞ്ഞാൽ സിൽവർ. സിൽവർ എന്ന് പറയുമ്പോൾ വില കുറച്ചുകൂടി കൂടുതലാണ്. ഗോൾഡ് ആണ് പിന്നെ അത് കുറച്ചും കൂടി കൂടിയ വിലയുള്ള മെറ്റലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഓർമ്മിക്കാൻ കഴിയും. ഇനി നമ്മൾ ഇതിൽ ഓർമ്മിക്കേണ്ടതാണ് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. കോർഡിനേഷൻ നമ്പർ നമ്മൾ സിമ്പിൾ ക്യൂബിക്കിലുള്ള കോർഡിനേഷൻ നമ്പർ നമ്മൾ നേരത്തെ 3 ഡയമെൻഷണൽ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ ആണെങ്കിൽ നമുക്കറിയാം 6 കോർഡിനേഷൻ നമ്പർ ആണ്. അതേപോലെ BCC ആണെങ്കിൽ ബോഡി സെന്റേർഡ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ആണെങ്കിൽ കോർഡിനേഷൻ നമ്പർ 8 ആണ്. അതുപോലെ തന്നെ HCP ആണെങ്കിൽ കോർഡിനേഷൻ നമ്പർ 12 ആണ്. അതേപോലെ CCP ആണെങ്കിൽ CCP എന്ന് പറഞ്ഞാൽ എന്താണ്? FCC ആണ്. അതായത് അതിലുള്ള കോർഡിനേഷൻ നമ്പറും 12 ആണ്. അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് നമ്മൾ നമ്പർ ഓഫ് ടെട്രാഹൈഡ്രൽ വോയിഡ്സ് അതേപോലെ നമ്പർ ഓഫ് ഒക്ടാഹൈഡ്രൽ വോയിഡ്സ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. അതായത് നമുക്ക് നമ്പർ ഓഫ് സ്പേസ് അറിയാമെങ്കിൽ നമ്പർ ഓഫ് ടെട്രാഹൈഡ്രൽ ആൻഡ് ഒക്ടാഹൈഡ്രൽ വോയിഡ്സ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. If n is the number of spheres in a close packed structure, then the total number of tetrahedral void that is equal to 2n ആണ്. അതേപോലെ തന്നെ octahedral voidsന്റെ എണ്ണം കണ്ടുപിടിക്കാൻ that is equal to the number of the spheres present in a close packed structure.